ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2025 ഈ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലെ വിജയമായി മാറിയ 2 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലോകിയുടെ 46 ദിവസത്തെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ കേരളത്തിൽ പ്രതീക്ഷിച്ച പോലെ 40 ലക്ഷത്തിലധികം ഗ്രോസ് കളക്ഷൻ ഞായറാഴ്ച നേടിയെടുത്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അങ്ങനെ ഇന്നലെ വരെ 46 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 120 കോടി 72 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. കേരളത്തിന് പുറത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ 24 കോടി 40 ലക്ഷം ഗ്രോസ് നേടിയെടുത്ത സിനിമ, കർണാടകയിൽ നിന്നും 14 കോടി 65 ലക്ഷം, ആന്ധ്രാപ്രദേശ് തെലുഗു സംസ്ഥാനങ്ങളിൽ നിന്നും 13 കോടി 57 ലക്ഷം, നോർത്ത് ഇന്ത്യയിൽ നിന്നും 7 കോടി 58 ലക്ഷം എന്നിങ്ങനെ ഗ്രോസ് കളക്ഷനാണ് ഇന്ത്യയിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഓവർസീസ് കളക്ഷനായിട്ട് 119 കോടി 70 ലക്ഷം ഗ്രോസ് നേടിയെടുത്ത സിനിമ അങ്ങനെ 300 കോടി 62 ലക്ഷം വേൾഡ് വൈഡ് കളക്ഷനാണ് 46 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 301 കോടി ഗ്രോസ് കളക്ഷനിലേക്ക് അടുക്കുന്ന ലോകയുടെ കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കൂ. ഇനി ഓണക്കാലത്തെ തിയേറ്ററുകളിലെ വൻ വിജയം നേടിയെടുത്ത ലാലേട്ടന്റെ ഹൃദയപൂർവ്വത്തിലേക്ക് വരികയാണെങ്കിൽ OTT-യിൽ അടക്കം റിലീസായ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ 42 കോടി 20 ലക്ഷം ഫൈനൽ കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്ത്യയിൽ നിന്നും 46 കോടി 30 ലക്ഷം ഫൈനൽ ഗ്രോസ് ആണ് നേടിയെടുത്തത്. ഓവർസീസിൽ നിന്നും 29 കോടി 30 ലക്ഷം ഫൈനൽ ഗ്രോസ് നേടിയെടുത്ത സിനിമ അങ്ങനെ ആകെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ ആയിട്ട് 75 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത് 75 കോടി 60 ലക്ഷം എന്ന ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ ഒരു ചെറിയ ഫാമിലി പടത്തിന്റെ വലിയ വിജയമായിട്ട് സിനിമ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലാലേട്ടന്റെ പ്രതിഫലം കൂടാതെ 15 കോടി ബഡ്ജറ്റിൽ എത്തിയ സിനിമ കൂടിയായ ആശീർവാദ് സിനിമാസ് സിനിമ അങ്ങനെ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി ജൈത്രയാത്ര അവസാനിപ്പിച്ചിരിക്കുന്നു.